ക്രിസ്മസ് ലഞ്ചിന് വേണ്ടി ഒരു മട്ടൻ ഉലർത്തിയത് മട്ടൻ പെരട്ട് എന്നൊക്കെ പറയാം. ടേസ്റ്റി റെസിപ്പി ആട്ടോ. 1 കിലോ മട്ടൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മെഷർമെന്റ് ഞാൻ പറഞ്ഞുതരാം. ജിഞ്ചറും ഗാർലിക്, ഈ സൈസിലെ 3 ഗാർലിക്, ആ ഒരു ഇഞ്ചി കഷ്ണവും നീളത്തിൽ അരിഞ്ഞു വെക്കുക. ഒരു ടേബിൾ സ്പൂൺ വീതം കൊറിയാണ്ടർ പൗഡറും കാശ്മീരി ചില്ലി പൗഡറും എടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ടർമറിക് പൗഡറും ഡ്രൈ പെപ്പർ കോൺസും എടുക്കുക. എന്നിട്ട് പെപ്പർ കോൺസ് ഞാൻ ഇതേപോലെ കല്ലിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചു. അതിലേക്ക് അരിഞ്ഞ ജിഞ്ചർ ഗാർലിക് ചേർത്ത് മട്ടൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ജിഞ്ചർ ഗാർലിക് കുറച്ച് സാൾട്ടും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മട്ടനിലേക്ക് അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്ത്, സാൾട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്തു കേട്ടോ. സാൾട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഒത്തിരി അങ്ങ് വെന്ത പോലെ കേട്ടോ. അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ തിളച്ചൊക്കെ വരുന്നുണ്ട്. ഞാനത് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ പോവാം. ഈ സമയത്ത് ഈ വലിപ്പത്തിലുള്ള ഷാലറ്റ്സ്, പിന്നെ പേളൊണിയൻ, ചെറിയ ഉള്ളി കേട്ടോ, അത് രണ്ടും ഓരോ കപ്പ് വീതം ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് 1 കിലോ മട്ടൻ്റെ റെസിപ്പി കേട്ടോ. ഞാൻ കൂടുതലും മട്ടൺ എടുത്തിട്ടുണ്ട്. പക്ഷെ 1 കിലോ പറയുന്നത്. ഗ്രീൻ ചില്ലി കറി ലീഫ് എടുത്തു, 1/4 കപ്പ് സ്ലൈസ്ഡ് കോക്കനട്ട്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഇത് കുറച്ച് മസാല കേട്ടോ. ഈ മസാലയും കൂടി വേണം. അത് 1/4 ടീസ്പൂൺ ഡ്രൈ പെപ്പർ, 6 ഗ്രാം, 2 ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്, പിന്നെ സിനമൺ സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ പൊടിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാനിൽ കോക്കനട്ട് ഓയിൽ ചൂടാക്കി മുഴുവനായി ആ പെരിഞ്ജീരകം സ്ലൈസ്ഡ് കോക്കനട്ട് കൊണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാൻ കുറച്ച് ഏറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ മട്ടൺ 1 കിലോയിൽ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇനി അരിഞ്ഞു വെച്ചിരിക്കും ഓണിയൻ, പേളോണിയനൊക്കെ ഇട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം. നമുക്ക് കുറച്ച് സാൾട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വേഗത്തിൽ വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി വന്ന ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മട്ടൺ അവിടെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഓണിയൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം കുക്ക് ചെയ്ത് വെച്ച മട്ടൻ്റെ പീസ് മാത്രമായി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഗ്രേവി ഇപ്പോൾ ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാലയുടെ കൂട്ട് അത് ഇതിലേക്ക് ഇട്ട് എല്ലാം കൂടി ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ആ ഗ്രീൻ ചില്ലിയും കറി ലീഫ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതുകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഗ്രേവി ഇല്ലേ, മട്ടൻ കുക്ക് ചെയ്ത് വെച്ച ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുകി വരണം. മട്ടൻ ഉലർത്തിയതാണ്, ഗ്രേവി പോലുള്ളതല്ല. അതിലിട്ട് നന്നായിട്ട് ഗ്രേവിയൊക്കെ കുറുകി വന്നു കഴിഞ്ഞാൽ അടിപൊളി മട്ടൻ ഉലർത്തിയത് റെഡി. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പെരുംജീരകവും തേങ്ങാക്കൊത്തും ഇട്ടേക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് എൻജോയ്.